അപ്പോൾ ഞാൻ ഈ ബാഗ് എടുത്ത് പോയത് അന്നൂരേക്കാണ് കേട്ടോ. അപ്പോൾ ഏതിനൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. വീട്ടിൽ പോകുമ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അച്ഛനും മക്കളും കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നത്, അതായത് എൻ്റെ അമ്മൂമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയി അമ്മൂമ്മേനെ കണ്ടു നേരെ ചിന്നുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അന്ന് 2 കോഴി കുഞ്ഞുങ്ങൾ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ കുറച്ച് നേരം കളിച്ച് അവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ നല്ല കളിത്തിരക്കിലാണ്. അപ്പോൾ അന്നായിരുന്നു അനൂപേട്ടൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ. അപ്പോൾ രാവിലെ അവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് ആഘോഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വൈകുന്നേരം അന്നൂരേക്കും കേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾക്കും ആ കേക്കിൻ്റെ പകുതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചിന്നുവിൻ്റെ ഫിഷാണ് കേട്ടോ. അവൾക്ക് ഫിഷ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നേരെ വെച്ചിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല, എന്തോ അവർക്ക് പേടിയാണ്. അപ്പോൾ അവളെ ഫിഷിനൊക്കെ നമുക്ക് കാണിച്ചു തരുവാണ്. ഇതെന്താണ് കാണിച്ചതേ? അപ്പോൾ മക്കളെല്ലാവരും അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ അമ്മയുടെ ഡാൻസ് ഉണ്ട്. അമ്മേൻ്റെ മാത്രമല്ല, അമ്മേൻ്റെയും സനിലേൻ്റെയും തന്നൂൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലബ്ബുണ്ട്, സഹൃദയ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വാർഷികോത്സവത്തിന് അവരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. 6 മുതൽ 60 വരെ വയസ്സുള്ളവരെ നൃത്തസന്ധ്യ ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ ഇന്ന് അന്നൂരേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു സെറ്റായത് ഞങ്ങൾ അവിടേക്ക് പ്രോഗ്രാം കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് അമ്മയും തന്നും, ഇതാണ് എൻ്റെ സനില. അപ്പോൾ എല്ലാവരും റെഡിയായി. ബാക്കിയുള്ള പ്രോഗ്രാം നിങ്ങൾ നേരിട്ട് കണ്ടോ. അപ്പോൾ ആദ്യം ഉണ്ടായത് അവിടെ തന്നെ കമ്മിറ്റിക്കാരുടെ കോൽക്കളിയായിരുന്നു, നല്ല കോൽക്കളിയായിരുന്നു. ബാക്കി ഇതേ പ്രോഗ്രാമൊക്കെ വരിവരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാം നല്ല അടിപൊളി പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത്. എല്ലാ ഡാൻസും ഒന്നിനൊന്നും മെച്ചാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഗാനമേളയാണ്. അപ്പോൾ ഗീതാഞ്ജലി പയ്യന്നൂരിൻ്റെ ആയിട്ടായിരുന്നു ഗാനമേള ഉണ്ടായിരുന്നത്. ഏകദേശം പരിപാടി തുടങ്ങാൻ തന്നെ നല്ല രീതിയിൽ ലേറ്റ് ആയതുകൊണ്ട് മക്കൾക്കൊക്കെ ഉറക്കം വന്നു. ആ ഒരു ചടപ്പിലാണ് അവരുണ്ടായിരുന്നത്. അപ്പോൾ 2 പാട്ട് കഴിഞ്ഞ് പോകാൻ കഴിയുന്നൊക്കെയാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 പാട്ടും കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതായത് മക്കൾക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിലെത്താൻ ഏകദേശം 12 മണിയോടടുത്തായിട്ടുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷങ്ങളായി വരുന്നവരെ എല്ലാവർക്കും ബൈ.